അന്നേ എന്റെ അച്ഛൻ പറഞ്ഞതാ ഈ കല്യാണ ബന്ധം നിലനിൽക്കില്ല എന്ന്. ആ കല്യാണ ബന്ധം അംബിക തകർക്കുമെന്ന് തന്റെ അച്ഛൻ പറഞ്ഞില്ലേ? പോയി നിന്റെ ജോലിയേടാ. സാർ, ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇയാളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പരിഹരിക്കണം. അതിന് ഇവനീ കുടുംബത്തിലേതല്ലല്ലോ. ദേ, ഇവരുടെ മകന് ഇവര് തന്നെ ഇടിച്ചു കയറിയ ഇവിടെ നിൽക്കുന്ന. ഇവരും ഇവിടുത്തേതല്ല. ഞാൻ പറയുന്നത് സാറെങ്കിലും ക്ഷമയോടെ ഒന്ന് കേൾക്കണം. ജോത്സ്യർ പറയൂ. ഉടനടി ഒരു കല്യാണം ഈ വീട്ടിൽ നടത്തണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ? ആ കല്യാണം പൂരം നക്ഷത്രക്കാരനായ ഈ ചെറുപ്പക്കാരൻ്റെതാണ്. പൂരം നക്ഷത്രക്കാരനായ ഈ ചെറുപ്പക്കാരന് ഭാര്യ ഒരു കുഞ്ഞും നിലവിലുണ്ട്. അവരിപ്പോ ഈ വീട്ടിലുണ്ട്. അതല്ല ഇയാളുടെ യഥാർത്ഥത്തിലുള്ള വിവാഹം. അവന്റെ യഥാർത്ഥത്തിലുള്ള വിവാഹം വരാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? എന്തൊക്കെ ചേച്ചി ഈ ജോത്സ്യർ പറയുന്നത്? പ്രതാപ, ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നേ. ജോത്സ്യരുടെ പ്രശ്നത്തിൽ ഇതൊക്കെയാ കണ്ടത്. ദിവ്യയുടെ ട്രാപ്പിൽ വീണുപോയ ഇവനെ രക്ഷിക്കാനും ഈ കുടുംബം നന്നാക്കാനും ആകെയുള്ളൊരു അവസരം ഇതാ. ഇവൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചേ പറ്റൂ. ദിവ്യയുടെ ട്രാപ്പിലൊന്നും പെട്ടുപോയതല്ല ഇവൻ. ഇവൻ ദിവ്യയെ ട്രാപ്പിൽ പെടുത്തി ഗർഭിണിയാക്കിയതാ. ദ്രോഹി. ചേച്ചി എന്തൊക്കെ മഹാപാപങ്ങളായി പറയുന്നേ? ഒരു പാവപ്പെട്ട പെണ്ണിനെയും അവളുടെ കൊച്ചിനെയും വഴിയാധാരമാക്കി പറഞ്ഞുവിടാനോ? അവളുടെ കണ്ണീര് ഈ വീട്ടിൽ വീഴ്ത്താനോ? അതൊന്നും ഈ അമ്മയ്ക്കും മകനും ഒരു പ്രശ്നമല്ല അച്ഛാ. ആ ശാപം കൂടെ വലിച്ചു വെച്ചിട്ട് വേണം ഈ കുടുംബത്തിന്റെ നാശം ആരംഭിക്കാൻ. ഈ ജോത്സ്യരെ വിളിച്ചു വരുത്തിയത് അമ്മയുടെയും മകന്റെയും പ്ലാൻ വർക്കൗട്ട് ആക്കാനാ. ഇയാൾക്കൊരു രണ്ടാം കല്യാണം നടക്കണം, എന്നാലേ ഈ കുടുംബം രക്ഷപ്പെടൂ. അപ്പോ ഇവന്റെ ആദ്യഭാര്യയുടെ കാര്യം എന്ത് ചെയ്യും? ഒന്നാമത് ഈ നാശം പിടിച്ചവന്റെ മോന്ത കാണുന്നതേ എനിക്ക് ദേഷ്യമാ. പ്രതാപ, ഇവന്റെ ആദ്യത്തെ ഭാര്യയുടെ കാര്യത്തില് അടിയന്തരമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവണം. ഒരു തീരുമാനം ഉണ്ടാക്കണ്ട. ഞാൻ എന്റെ വഴിക്ക് പോവാ. ദിവ്യ രാത്രി എന്നെ ഭീഷണിപ്പെടുത്തി വഞ്ചിച്ച് ഇങ്ങനൊരു അവസ്ഥയിൽ എന്നെ എത്തിച്ച ഇവനെ ഞാൻ ദൈവത്തിന്റെ കോടതിയിലേക്ക് വിടുക. ദൈവം ഇടിവാളുമായിട്ട് വന്ന് ഇവനെ കൈകാര്യം ചെയ്തോളും. ദിവ്യ, നീ എന്തൊക്കെയാ പറയുന്നേ? ഈ വൃത്തികെട്ടവനുമായിട്ട് എനിക്കിന്നെ ഒരു ബന്ധമില്ല രതികെ. ഇവൻ മനുഷ്യനല്ല, മുതലയോ പെരുമ്പാമ്പോ മറ്റെന്തുവാ. ഇവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കുന്നല്ലേ ഭേദം വല്ല സെപ്റ്റി ടാങ്കിലും ചാടി ആത്മഹത്യ ചെയ്യുന്നതാ. ഇനി ഇവനായിട്ടോ ഈ കുടുംബമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല. ഈ കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാ മരിച്ചുപോയ ഏതെങ്കിലും ഒരു പിച്ചക്കാരന്റെ പേര് ഞാൻ പറയും. അതിന് ഇതിലും അന്തസ്സായിരിക്കും. ദിവ്യ, പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, ഞാനൊന്നും കേക്കില്ല. ഈ തള്ളയും മകനെ ഒഴിച്ച് ബാക്കി നിങ്ങൾ എല്ലാവരും എനിക്കിഷ്ടമാ. പക്ഷെ ഇവനൊരു മനുഷ്യനല്ല. ഞാൻ ഇറങ്ങുക. ഞാൻ
എന്റെ കൊച്ചിന്റെ അച്ഛനായിരുന്നവനോട് യാത്ര ചോദിച്ചില്ലല്ലോ. എടി, നിങ്ങൾക്ക് ഈ തല്ല് ഞാൻ തരേണ്ടതാ. വർമ്മ സാറിനെ ഓർത്ത് ഞാൻ ക്ഷമിക്കുന്നതാ. ഇവളും മകനും കാരണം ഈ കുടുംബം നശിക്കും. ശ്ശേ. നശിച്ച് നശിച്ച് തിണ്ടും. ആ കുട്ടിയെ പിടിച്ചു നിർത്തിയാലും ഈ ബന്ധം നിലനിൽക്കില്ല. എന്തായാലും ഈ കുടുംബത്തിന്റെ മേൽ ഒരു ശാപം വീണു കഴിഞ്ഞു. എന്തായാലും ദീപകിന്റെ കല്യാണം നടക്കുന്നതോടെ വലിയൊരു കഷ്ടകാലം മാറിക്കിട്ടും. ഇവന് ഏത് പെണ്ണിനെ കെട്ടിക്കൊടുത്താലും ആ പെണ്ണിന്റെ കഷ്ടാലമായിരിക്കും. അങ്ങനെയൊന്നും ഇല്ല വർമ്മ സാറേ. ജാതകം എന്ന് പറയുന്നത് വിവരമുള്ളവർ എഴുതിയാൽ അത് കറക്റ്റായിരിക്കും. ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്നത് സയൻസാണ്. അത് കറക്റ്റാണ് വർമ്മ സാറേ. ഇവിടെ വച്ച് പറയുന്നത് ശരിയല്ല, എന്നാലും ഇവിടെ അന്യരാരുമില്ലല്ലോ, അതുകൊണ്ട് പറയാം. എന്റെ അച്ഛൻ ശരവണ വാര്യറായിരുന്നു വർമ്മ സാറിന്റെ കല്യാണ മുഹൂർത്തം കുറിച്ചത്. അന്നേ എന്റെ അച്ഛൻ പറഞ്ഞതാ ഈ കല്യാണ ബന്ധം നിലനിൽക്കില്ല എന്ന്. ആ കല്യാണ ബന്ധം അംബിക തകർക്കുമെന്ന് തന്റെ അച്ഛൻ പറഞ്ഞില്ലേ? ഈ കുടുംബചരിത്രം മുഴുവൻ ഇവർ ഈ ജോത്സ്യരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന കാശ് മുതലാകണ്ടേ? എന്തായാലും എന്റെ ദൗത്യം പൂർണ്ണമാകാതെ പോകാൻ എനിക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ നക്ഷത്രയോഗം എന്നെ ശപിക്കും. ദീപകിനൊരു പെണ്ണുണ്ട്. ആ പെണ്ണുമായി ഇയാളുടെ കല്യാണം നടക്കാതെ ഈ കുടുംബം ഗതി പിടിക്കില്ല. ദീപകിന് പെണ്ണോ? അതാരാ? അത് കാണും സാറേ. ഇവന് 14 ജില്ലയിലും കാണും പല ഭാര്യമാരും. പറടാ, നിനക്ക് വേറെ പെണ്ണുണ്ടോ? തുറന്നു പറയടാ വല്യമ്മാവനോട്. നിനക്ക് എന്തും തുറന്നു പറയാവുന്ന കോടതി വല്യമ്മാവന്റെ കോടതിയാ. ഞാൻ കല്യാണം കഴിക്കാന്ന് ഒരു പെൺകുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു.